സഹൃദയരെ പരിഹസിക്കരുത്. സിനിമാക്കാർക്ക് ഇപ്പൊ കെട്ട സമയമാണ്. ഇങ്ങ് മോളിവുഡ് മുതൽ അങ്ങ് ബോളിവുഡ് വരെ മൊത്തം ശനി ബാധിച്ചിരിക്കുകയാണ്. ഇന്ന് സിനിമാ കാലം സീക്വലുകളുടെയും പ്രീക്വലുകളുടെയും യൂണിവേഴ്സുകളുടെയും പുറകെ പോകുമ്പോൾ ബോക്സ് ഓഫീസ് സീറ്റും ക്ലബ്ബുകളും കാണിച്ച് കുട്ടി കോശിക്കുമ്പോ നാക്കം തെറ്റിപ്പോയില്ല. ഈ പടം കണ്ട നമ്മളും തെറ്റിപ്പോ. അപ്പൊ ഈ പടം ഹൗസ്ഫുൾ 5 മിനിമം 2 വട്ടമെങ്കിലും പ്രായപൂർത്തിയായവർ മാത്രമേ ഈ റോസ്റ്റ് പോലും കാണാവൂ. ശരി, വരൂ നമുക്കപ്പോ വർക്കൽ തുടങ്ങാം. ഈ കഥ നടക്കുന്നത് ഒരു വലിയ ക്രൂയിസ് ഷിപ്പിലാണ്. 69 പൗണ്ട് ബില്യൺ ആസ്തിയുള്ള ഒരു മനുഷ്യന്റെ മരണവും അത് സംബന്ധിച്ചുണ്ടാകുന്ന ഒരു തുണ്ടുകഥയുമാണ് ഈ സിനിമ. ഒരു കൊലപാതകമാണ് ഫസ്റ്റ് സീൻ. അതും സ്ക്വിഡ് ഗെയിമിലെ മാസ്ക് അടിച്ചു മാറ്റി. വയലുതറ പഴപൊരിയ. ഓ, നാക്കാണല്ലേ. ഈ മനുഷ്യന് പീനട്ടിന് അലർജി ഉണ്ട്. അത് പിന്നീട് സിനിമ പറയും. ഹാൻഡ് വാഷും ടിഷ്യൂ എടുത്ത് കയ്യിൽ വെച്ച് കാത്തിരുന്നു. ഇനി അങ്ങോട്ട് കുതിരാൻ തുരങ്കം മുതൽ മലമുകളും താഴ്വാര അടിക്കാടും വരെ നിങ്ങൾക്ക് സിനിമയിൽ കാണാൻ പറ്റും. അയ്യോടെ പാവമേ, ഈ പ്രസിദ്ധമായ ഊളത്തരത്തിന് ആരുടെ സ്ക്രീൻ പ്ലേ എഴുതിയ? ശരി, നിങ്ങൾ ഈ കാണുന്നവരെല്ലാം ഈ ഷിപ്പിലെ അന്തേവാസികളോ ബില്യണറിന്റെ കൂട്ടാളികളുമാണെന്ന് പറയാം. ഇനി ആരാണ് ഈ ബില്യണർ? ഇദ്ദേഹം. മരിക്കാൻ കിടക്കുന്ന ഇദ്ദേഹം ഒരു 8 വട്ടമെങ്കിലും മരിക്കും. ഓരോ തവണ മരിക്കുമ്പോഴും മാലയിടുന്നു എടുക്കുന്നു. സ്ലാബ് സ്റ്റിക് കോമഡിയൊക്കെ സ്ലാബ് ഇട്ട് കുഴിച്ച് മൂടിയോമാരി. മതിയാക്കട ഇതെത്തി. ഡയറക്ടറുടെ പേര് തരുൺ മനസുഖാനി എന്ന്. മനസുഖാനി അല്ല, മാനസിക വിഭ്രാന്തിനിയാണ് നീ. ഇനി നിങ്ങൾ ഈ കാണുന്ന ഈ നടിയില്ലേ, സൗന്ദര്യ ശർമ്മ എന്നാണ് പേര്. മരത്തിന് ഇലപൊഴിയുന്ന വേഗത്തിലാണ് ഓരോ സീനിലും തുണി കൊഴിഞ്ഞു പോണ. ഒരു ചെക്ക് ഒപ്പിട്ട് കൊടുത്തിട്ട് അങ്ങ് പറഞ്ഞ് അഭിനയിക്കുന്നുണ്ട്. പക്ഷെ തുണിയില്ലാതെ നിൽക്കണം കേട്ടോ. കിളവ് ഇതെന്തോന്ന് കാണിക്കണ? ഫോട്ടോ എടുത്ത് വെച്ച് നക്കണ. ഇരുന്നിട്ട് എണീക്കാൻ പോലും നിവൃത്തിയില്ലാത്ത കിളവന്മാരെ വരെ കൊണ്ടുവന്ന് മുള കൊലപ്പിക്കാൻ നിർത്തിയേക്കണ്. ഇത്രയും സമയം നിങ്ങൾ കണ്ടത് ചത്തതിന് ശേഷം ഹോളോഗ്രാമിൽ വന്ന മുതലാളിനെയും അദ്ദേഹത്തിന്റെ മാനേജർമാരെയും ടീമുകളും എല്ലാം ഒത്തുകൂടി എന്നെ ഇതൊന്നും പറഞ്ഞ് മുഴുവിപ്പിക്കാനും താമസിക്കൂലല്ല. എന്തുകൊണ്ടാണ് ഇവിടെ പലരും ഉപജീവന മാർഗം വലുതാക്കി വെക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്നാലല്ലേ സിനിമയിൽ കയറാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ സിനിമ ഒട്ടും ഇഷ്ടപ്പെടില്ല. താഴ്ന്ന് പറക്കുന്ന ഹൈഡ്രജൻ ബലൂൺ ഒരു സമയത്ത് ഉയർന്ന് പറക്കാറില്ലെന്നുള്ളത് അല്ലേ? സത്യമതല്ലേ? സെക്ഷലൈസിങ് വുമൻ അറ്റ് ഇറ്റ് സ്പീക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതാണ് ഈ സിനിമ. പേപ്പർ വെച്ച് സൂം ചെയ്ത് നോക്കണം. എന്ത് തമാശക്കാണ് നീ? ഞാൻ ചോദിക്കുകയാണ്, തുണി ഉരിഞ്ഞ് കാണിക്കണം എങ്ങനെയാണ് കോമഡി ആവണം? അത് ഫാന്റസി അല്ലേ? ശരിക്കും ഇനി പടത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ചത്ത ബില്യണയർ പറയും അങ്ങയുടെ സ്വത്തുക്കളുടെ അവകാശി തന്റെ ആദ്യത്തെ ഭാര്യയുടെ മകനായ ജോളിക്കാണെന്ന്. അപ്പതാ വരുന്ന 3 ജോളിമാർ. അതിൽ ഒന്ന് അഭിഷേക് ബച്ചൻ, പിന്നെ റിതേഷ് ദേശ്മുഖ്, പിന്നെ അക്ഷയ് കുമാർ. ജോളി ആരും കണ്ടിട്ടില്ലല്ലോ. ജോളി തിരിച്ചറിയാൻ കുറച്ച് അടയാളങ്ങളുണ്ട്. ഭാര്യ ഫോറിനർ ആണെന്നും ജോളിയുടെ ചന്തിയിലാരോ ചട്ടുകം വെച്ച് പഴിപ്പിച്ച ഡെത്ത് മാർക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് 3 പേരും വരും. ഇനി ഇതിൽ അഭിഷേക് ബച്ചൻ ഒരു കണ്ടീഷൻ ഉണ്ട്. അഭിഷേക് ബച്ചൻ നിന്ന ഇപ്പിൽ ഉറങ്ങി അങ്ങ് വീണു പോകും. കാറ്റത്ത് മരമൊക്കെ പുഴുതു വീണാണ് അങ്ങ് വീഴുവേണ്ട. അഭിഷേക് ബച്ചനൊക്കെ ഒരു താല്പര്യമില്ലാതാണ് അഭിനയിക്കുന്നത്. ഐശ്വര്യമായിട്ട് കണ്ട് അടി ഉണ്ടാക്കിയിട്ട് വന്നിട്ട് നേരെ സെറ്റിലും കയറിയ പോലെയാണ്. അടുത്തത് അക്ഷയ് കുമാർ. അതെന്താണത്? സ്റ്റൈലാണെങ്കിൽ വാവ് പോയിട്ടുണ്ട്. നടുവൊക്കെ നിവൃത്തിയ വെടിക്കെട്ടാണ്. ഈ പടത്തിൽ ഫസ്റ്റ് ബെഞ്ച് തന്നെ കയറിയിരുന്ന അക്ഷയ് കുമാർ വെറുപ്പിച്ചിട്ടുണ്ട്. ഇതിലെ കോമഡിയേക്കാൾ നിലവാരം കുറഞ്ഞൊരു സാധനം ഞാൻ കണ്ടത് ഒരു ചിരി ബമ്പർ ചിരി മാത്രമാണ്. അവളെ വായിൽ വെള്ളം കോരി ഒഴിച്ചു കൊടുക്കണം. പിന്നെ ആകെയുള്ള ഒരു ഉപയോഗം ഏതെങ്കിലും മൂലയ്ക്കുള്ള സീറ്റിൽ ഇരുട്ടത്താണ് നിങ്ങൾ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടിരുന്നെങ്കിൽ ഈ പടം ഗാനരംഗങ്ങളിലെ നൈപുണ്യം നിങ്ങളുടെ കൈക്ക് ഉത്സാഹം കൊടുത്തേനെ. ഇനി നമുക്ക് സിനിമയിലേക്ക് തലയിട്ട് നോക്കിക്കഴിഞ്ഞാൽ 3 പേർ ജോളിയാണെന്നും പറഞ്ഞ് വന്നത് കാരണം DNA ടെസ്റ്റ് നടത്തി ഇതിൽ ആരാണ് ഒറിജിനൽ ജോളി എന്ന് കണ്ടുപിടിക്കുന്നത്. എല്ലാവരും അവിടെ തന്നെ താമസിച്ച് ആർഭാദിച്ച് എൻജോയ് ചെയ്തോളാൻ പറയും. അങ്ങനെ അന്ന് ദിവസം നടന്ന പാട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി ഇതിനുശേഷം പിറ്റേ ദിവസം തന്റെ കാലിന്റെ ഇടയിലെ 2 കാല് കണ്ട് ഞെട്ടി ഉണരുന്ന അക്ഷയ് കുമാറിനെയാണ് കാണിക്കുന്നത്. വാലായിരുന്നോ? ഈ കാലാര കാല്? ഇത് ജാക്ലിൻ ഫെർണാണ്ടസിന്റെ കാല്. ഭാര്യ മാറിപ്പോയെന്നവർക്ക് അത് ഞാട്ട മ്യൂസിക് ഒന്നുമല്ല. സിനിമയിൽ അവരെന്നെ ഇട്ട മ്യൂസിക്കാണ് കോമഡിക്ക് വേണ്ടി. നിക്കറിന്റെ ഇടയിൽ നിന്ന് ഗണ്ണ മൂലത്തിൽ നിന്ന് മുത്തച്ചിപ്പ് എടുക്കണേ കൂടെ കാണിക്കാത്തത്. അണ്ണൻ നിക്കറിന്റെ ഇടയിൽ നിന്ന് ഗണ്ണ് വിളിച്ചിടണ കണ്ടുടഞ്ഞ് ജാക്ലിൻ പറയും. അപ്പൊ രാത്രി പിന്നെ നിങ്ങൾ പപ്പടം ചുട്ടോണ്ടിരുന്ന അതിന്റെ ഇടയിൽ അത് കണ്ട അക്ഷയ് കുമാറിനാ നിങ്ങൾ അവരാജ് കുമാറിനെന്ന് വിളിപ്പിക്കല്ലേ? മുഖമല്ല മേസ്ത്രിയും കൊണ്ട് രാവിക്ക് കേട്ടാ. ഇനി അഭിഷേക് ബച്ചൻ വേറൊരുത്തന്റെ ഭാര്യയോടെയും റിതേഷ് ദേശ്മുഖ് ഡാമിന്റെ ഷട്ടർ തുറന്ന് വെള്ളം താഴോട്ട് വീണ പോലെ മീശയുള്ള ഈ മനുഷ്യന്റെ കൂടെ കിടന്നുറങ്ങി. ഇന്ന് അത് തന്നെ കേസ്. അവർ 2 പേരും മറ്റേ ഹോമോസപ്പിയൻസ് ആണ്. മറ്റേ ആണോ? അതെ കേസ്. എന്താണ് സംഭവിച്ചെന്ന് വെച്ചാൽ ഇന്നലെ രാത്രിത്തെ പാർട്ടിയിൽ ഇവർ ഡ്രഗ്സ് കുടിച്ച് എല്ലാവരും ബോധം കെട്ടി കിളി പറഞ്ഞു. ഒന്നും ഓർമ്മ ആണല്ലോ ഇവർക്ക്. അതാണ് സംഭവം. ഇതൊക്കെ തലേദിവസത്തെ കാര്യങ്ങളാണ്. തത്ത വായിക്കാത്തവരിക്കുന്നത് വീഴട അവരാ. പാൻ വെച്ചിനി 5 പിള്ളേരെ അതേ മുഖച്ചായലുണ്ടാക്കാം. അക്ഷയ് കുമാർ നിക്കറിനകത്ത് മൂട്ടാരെന്ന് പറഞ്ഞ് വെടിയൊക്കെ വയ്ക്കണത് എത്തിനാടത്തോ കൈസ് എനിക്കറിയാൻ വയ്യ. ഈ തത്തയായിട്ടുള്ള ഫൈറ്റ് ഒക്കെയാണ് ഇതിലെ ഏറ്റവും ബലവത്തായ കോമഡി എന്ന് നമ്മൾ പ്രേക്ഷകർക്ക് വിചാരിക്കണം. പിന്നെ ഇയാളെ തലേദിവസം ആ ഫ്രിഡ്ജിനകത്ത് പൂട്ടിയിട്ടാണെന്ന്. പാവം ബാറ്റ്മാനിലെ അർണോൾഡിനെ പോലെ ആയി. ഇനി തണുപ്പ് പറയാൻ വേണ്ടി ദോശക്കല്ലിന്റെ മുകളിലൊക്കെ പോയിരിക്കണം. പടത്തിലെ ലോജിക് ഇല്ലല്ലോ, മാജിക് മാത്രമല്ലേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള കോമഡി എനിക്ക് വിസർജിക്കാൻ തോന്നുന്നു. ഇതുവരെ ഇവര് കൂടുതൽ നർഗീസ് പോക്കറിനെ ഇതുവരെ കണ്ടുപിടിച്ചില്ലല്ലോ. അപ്പൊ അവര് തലേ ദിവസത്തെ കാര്യങ്ങളൊന്ന് റീക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നർഗീസ് ഫാക്കറി താണ്ട ചെവറിന്റെ മുകളിൽ ഇതുപോലെ വെടിവെച്ച് വന്ന മാനിന്റെ തല ചുമരി വെച്ചേക്കണ പോലെ ഇരിക്കും. എന്ത് കോമഡി നോക്ക്. ദേഷ്യം വന്നിരിക്കണ ഇളയരാജയ്ക്ക് ഈ പടം അയച്ചോട് അങ്ങനെ കണ്ട് ചിരിക്കട്ടെ. ഇനി ഇയാളാണ് ആദ്യം കൊല്ലുന്ന കാണിക്കണം. വിശന്നപ്പോ അങ്ങനെ നാക്കിന് തിന്നാട്. അല്ലല്ല പീനട്ടിന്റെ അലർജി. ഇത് ആരാണ് ഇത് ചെയ്തെന്ന് അറിയാൻ വേണ്ടി ഇവരെല്ലാരും പിടിച്ച് ജയിലിൽ അടക്കും. പക്ഷെ എല്ലാരും ഓർമ്മയിൽ ഇയാളെ എന്തോ എല്ലാവരും ചെയ്ത പോലെ ഇവർക്ക് ഒരു ഓർമ്മ
ഓർമ്മയുണ്ട്, കാര്യം രാത്രി ഒന്നും ഓർമ്മയില്ലല്ലോ. ഇത് കഴിഞ്ഞൊരു പാട്ടാണ്. ആ പാട്ടിൽ പക്ഷെ ഇവരെല്ലാം പറയുന്നുണ്ട് സംഭവം ഒന്നുമില്ല കേസ്. അവന്റെ ഗേൾഫ്രണ്ടിനെ ഇവൻ മാറ്റിയെന്ന്, ഇവന്റെ ഗേൾഫ്രണ്ടിനെ അവൻ മാറ്റിയെന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമാണ്. എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ പടം കണ്ടവരാരും ഈ കഥ ഒന്നും ശ്രദ്ധിച്ചു കാണില്ല. ശരിക്കും പറഞ്ഞാൽ ഓയോ റൂമിൽ ടിവിയിൽ ഇടാൻ വേണ്ടിയാണ് ഈ പടം എടുത്ത് വെച്ചേക്കണം. ഇത്രയൊന്നും അവരതും പറഞ്ഞിട്ട് 2 വമ്പൻ കാസ്റ്റുകളെ കൂടെ അവരതിന്റെ അളവ് കുറച്ച് കൂട്ടരായിട്ട് സിനിമയിൽ ഇറക്കും. അതെ അതെ, ആ നെപ്പോട്ടന്റെ കുറവും കൂടെ ഇതിനകത്തുണ്ടായിരുന്നുള്ളൂ. ഇനി ഇവർ ജയിലിൽ കിടക്കല്ലേ, അവർക്ക് ജയിൽ ചാടണമല്ലോ. മൾട്ടിപ്പിൾ വട്ടം ബച്ചന്റെ ബോൾ തട്ടിക്കളി കഴിഞ്ഞിട്ട് ക്യാമറ ദക്ഷിണ ദിക്കിലേക്ക് തിരിഞ്ഞ് ചാവിയൊക്കെ അടിച്ചു മാറിയിട്ട് ഇവർ 3 പേരും കൂടെ പോയി ആ ചത്ത ബില്യണറിന്റെ ശവം എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഒരു സീനുണ്ട്. അയാൾ പായൽ പൊതിഞ്ഞിരിക്കുന്ന ആ ശവത്തിന്റെ അകത്ത് കൈയിട്ട് ഒരു രോമം പറിച്ചെടുക്കും കേട്ടോ. പറയൂ കൂട്ടുകാരെ, ഒരു മനുഷ്യരീതിയിൽ കട്ടിക്ക് രോമം വളരുന്നത് എവിടേക്കാണ്? എന്തായാലും തലമുടിയെന്നല്ല അവരത് പറിച്ചെടുത്തത്. എടാ, രോമം എടുത്തിട്ടോടെ വഴിപാട് ചെയ്യാം. ഇനി ഇവർ 3 പേര് ഫേക്ക് ജോളിമാരുടെ DNA നശിപ്പിക്കാൻ പോണ പോക്കാണ്. ഇത് കണ്ടപ്പോ ഞാൻ പറയട്ടെ, മാസ്റ്റർ ബേസിൽ ഡിഗ്രി ഉള്ള ഡയറക്ടറും പെർവട്ടൈസിംഗിൽ PG ഉള്ള റൈറ്ററും പ്രൊഡ്യൂസർ ആകട്ടെ ഒരു സ്ലട്ടറോട് കമ്പനിയുടെ സ്ഥാപകനുമായിരിക്കണം. സ്ത്രീ ശരീരത്തെ പ്രോഡക്റ്റ് വൽക്കരിച്ച് ഇതിന് മുകളിൽ ഒരു സിനിമ UA സർട്ടിഫിക്കറ്റിൽ ഇനി ഒരിക്കലും ഇറങ്ങില്ല. അവിടെ അത് തീർന്നെങ്കിൽ പിന്നെ എന്ത്? ഈ പെണ്ണിനെ ലിഫ്റ്റ് കടിച്ചുകൊണ്ട് പോകുന്നു, തുണി മൊത്തം പൊട്ടും ഇപ്പൊ നിങ്ങൾ വിചാരിച്ചെങ്കിൽ പൊട്ടൂല. പടത്തിന്റെ സ്വഭാവം വെച്ച് ഞാനത് പൊട്ടുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അവർ പൊട്ടിച്ചില്ല. നമ്മൾ ഫാൻസിന് അത് നിരാശാജനകമായിരുന്നു കേട്ടോ. അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. അല്ലടാ കുട്ടാ, ആ ചത്ത ശവം എങ്ങനെ നടന്ന അല്ലേ? നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്ക്. കണ്ട, പണ്ടുള്ള ആൾക്കാർ പറയും പാമ്പിന്റെ വാലെന്നാണ് ജീവൻ പറയുന്നത്. ഈ പാമ്പിനെ കടിച്ചൊല്ലുമ്പോഴേ അതിന്റെ വാലെടുന്ന് പടയ്ക്കും. അതുപോലെ ഇങ്ങനെ കാലിനെ ആദ്യം അടിച്ച് അടയ്ക്കണമായിരുന്നു. പിന്നെ താണ്ട ഈ സീൻ, ഇതൊക്കെ നമ്മൾ പണ്ട് മലയാളികൾ വർഷങ്ങൾക്ക് മുന്നേ കളഞ്ഞടേ. ചന്ദമാമയിലെ ജഗതിയും ശങ്കരാടിയൊക്കെ ഇത് പണ്ടേ പരീക്ഷിച്ചല്ലേ. പിന്നീട് പ്രത്യേക സാഹചര്യത്തിൽ ആ ശവം മാറി ഇവരുടെ കയ്യിൽ വേറൊരു ശവം വരും. ഇവരെ തൂക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഒരു ചത്ത ശവമാണെന്ന് ഇവർക്ക് ആർക്കും മനസ്സിലായില്ല. അത്രേ. ഇനി എങ്ങനെയാണ് ആ ശവം മാറിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൂടെ ഞാൻ പറഞ്ഞുതരാടാ. എല്ലാം പോയി കാണേണ്ട അങ്ങോട്ട്. ഒരു മിനിറ്റ്. ഇവിടെ ഇതിൽ ഈ ചത്ത ശവം നടക്കുന്നുണ്ട്. ഈ നോക്ക് കാല്. ഈ സിനിമയിലെ ചത്ത ശവം നടക്കും കണ്ടാ. ഇനി ഇവിടെ നടന്ന കൊലപാതകമൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും പോലീസായിട്ട് വരും. എന്നിട്ട് ഓരോരുത്തരായിട്ട് ചോദ്യം ചെയ്ത് തുടങ്ങും. അഭിഷേക് വെച്ച ആടിലെ ചെമ്പം വിനോദാണ് കണ്ടാ. ഈ സീനിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന സീൻ ഒരു കൾപ്രിറ്റ് പുറത്തായിട്ടുണ്ട്. അവന് താടിയില്ല, മീശയില്ല, അവന്റെ പൊക്ക 6 അടി 3 ഇഞ്ചാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അൻവർ ജിവാബി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ഉണ്ട്. പുള്ളി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വൈനൊക്കെ ചെയ്യുന്ന ആളാണ്. അയാളുടെ കോമഡി അങ്ങനെ വർഷങ്ങൾക്ക് മുന്നേ 2017 16 ചെയ്ത സാധനമൊക്കെ എടുത്ത് ഇതിനകത്ത് ഇട്ടേക്കണം. ഇവിടെ നിനക്കൊക്കെ ലേശം നാണോ ഒളിപ്പും പൊന്നാടെങ്കിലും ഉണ്ടാടാ. സ്വന്തമായിട്ട് ഒരു 7 പലക പുല്ലാങ്കൂടി പോലും ഉണ്ടാക്കാറുണ്ട്. നീയൊക്കെ എന്താണ് സിനിമ പിടിക്കണം? അപ്പൊ നമ്മൾ വിചാരിക്കും അത് മാത്രമേ ഒരു കോപ്പി ചെയ്തോളൂ. അത് മാത്രമല്ല, ഇവിടെ കൊച്ചു പിള്ളേർക്ക് വരെ ഡിക്റ്റേറ്റർ സിനിമ അറിയാം. അതിനകത്ത് വേണ്ട ചൂണ്ട ഈ സീനില്ലേ. അതിനെ വെറും കക്കൂസ് നിലവാരത്തിൽ ഇവന്മാർ ഇവിടെ ചെയ്തു വെച്ചേക്കണ്. സാല ഹിന്ദിമേ കോമഡി മർഗയാ മോദിജി ആപ്പ് ഏ നെയ് ദേഖ് രഹാ. നിങ്ങൾ ഇത് കാണുന്നില്ലേ? നിരോധിക്കുമാരാ. നിലവാരമില്ലാത്ത പൂച്ചയ്ക്ക് നിലവിളിക്കുന്ന പട്ടി കൂട്ട്. പിന്നെ നിങ്ങൾ കാണുന്ന ഈ സീനിൽ ഇതും നിലവിൽ എവിടെയോ ഏതോ ആടിൽ ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു ഓർമ്മ. കൃത്യമായി നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയെന്ന് മനസ്സിലായെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമല്ലോ. ക്യാരറ്റ് വിഴുങ്ങിയപ്പോ തേക്കാതെ വെളി വന്നിരിക്കും. അതേപോലെ ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ പോലെ ബാത്റൂം ആണെന്ന് പറഞ്ഞ് കിച്ചണിൽ കയറിയത്. ഓ, അയാൾ സിനിമയ്ക്ക് വേണ്ടി നങ്കയായിട്ടിരിക്കണ. റിയലി ഡെഡിക്കേഷൻ ലെവൽ ഐ അഡ്മിറ്റ് കേട്ടാ. ഈ സീനെ കഴിഞ്ഞ് പിന്നെ ഇത് ഈ പിടിച്ചുകൊണ്ട് പോകണവനല്ലേ. ഇവനാണ് ആ ബില്യണയറിന്റെ 2ാമത്തെ ഭാര്യയിലെ ആദ്യത്തെ മകൻ. ഇവനാണ് കില്ലർ എന്നും പറഞ്ഞ് ഇവനെ പിടിച്ച് ജയിലിടും. ഇനി എങ്ങനെയാണ് ഇവനെ കൺഫേം ചെയ്ത് വെച്ചാൽ ഇവ എഴുതുന്ന ഒരു പേന ശവത്തിന്റെ ബോഡിയിൽ നിന്ന് കിട്ടുമെന്ന്. ഇവിടെ പേനയല്ലേ കിട്ടിയത്, സ്പേം ഒന്നും അല്ലല്ല. ശരിക്കും ഈ പടത്തിന് 2 ക്ലൈമാക്സ് ഉണ്ട്. അതിൽ ഒന്നിൽ ശരിക്കും വില്ലൻ ഇവൻ തന്നെയാണ്. കൂട്ടുകാരെ, നിങ്ങൾ ചിരിച്ചില്ലെങ്കിൽ എനിക്ക് സങ്കടം പോകും. അതിനായി ഈ സീൻ നിങ്ങൾ കണ്ടോളൂ. അണ്ണാ അക്ഷയ് കുമാറിനെ അണ്ണൻ നിങ്ങൾ എന്തെണ്ണ കാണിച്ചു വെച്ചേക്കണേ. അക്ഷയ് കുമാറിന് ഈ വർഷം മൊത്തം ആവാതെ ഇതിനെ ക്ഷീണം തീർക്കാം. അയ്യേ, നാണക്കേട് തന്നെ. ഇതിനൊക്കെ ശേഷം വീണ്ടും പടത്തിലേക്ക് ഒരു പുതിയ എൻട്രി കൂടി ഉണ്ട്. നാനാ പട്ടേക്കർ അല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെ പേര്. എനിവേ, അങ്ങനെ വന്നതും ഈ ഷിപ്പിലെ ക്യാപ്റ്റൻ ഈ തടിയൻ ഇയാൾ ചത്തുവും. ഇയാൾ ചത്ത് അവന്മാരെ കയ്യിരിക്കുന്നത് അവരറിഞ്ഞില്ല എന്ന്. അതൊക്കെ ഒരു പ്രാദേശിക തമാശയാണ്. അതൊക്കെ നോർത്ത് ഇന്ത്യൻസിനെ മനസ്സിലാവും, നമ്മൾ സൗത്ത് ഇന്ത്യൻസിന് അതൊന്നും മനസ്സിലാവില്ല. അതിനാൽ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുമില്ല. നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ ഇന്റർപോളിൽ വന്നിട്ട് പറയാം, എന്റെ കയ്യിൽ ഒരു പെട്ടി ഉണ്ട്, ബാക്കിയുള്ള പെട്ടികളൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്റെ കയ്യിരിക്കുന്ന പെട്ടിക്ക് അത് കില്ലറെ ഫോട്ടോ ഉണ്ടെന്ന്. ഇതും പറഞ്ഞിട്ട് ഒരു പാട്ട്. ആ പാട്ട് ഷൂട്ട് ചെയ്ത നീലക്കോയിലിന്റെ ക്യാമറമാനാണ്. നടിമാരെ കാലിന്റെ ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ അഹിംസാവാദിയാണ്, മിണ്ടല്ല. ഞാൻ പറയുന്നു നടിമാരുടെ ശരീരം മുഴുവൻ വല്ല ഗോപ്രോയും ചുറ്റിക്കെട്ടി വെച്ച് വിട്ടുകൂടായിരുന്ന. നീളാൻ നമ്പ്യാർ വരെ കണ്ടിട്ട് ഡിസ്കസ്റ്റിംഗ് എന്ന് പറഞ്ഞെന്ന്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധിച്ചു നോക്കിക്കോ. കില്ലറെ ഫേസ് ഇപ്പൊ വരും. ഇതാണ് കില്ലർ. നാനാ പട്ടേക്കറിന്റെ റൂമിലിരുന്ന പെട്ടിക്കകത്ത് കണ്ണാടിയായിരുന്നു ഗൈസ്. ഇനി ഇവളാണ് കില്ലർ ഇതിലെങ്കിൽ ഇതിന്റെ അടുത്ത ക്ലൈമാക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ 11 ആണ് കില്ലർ. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ഇവൾക്കൊരു സഹായി കൂടി ഉണ്ട്. അതാരാണെന്ന് അറിയാമോ? ബച്ചനാണ് അവരുടെ സഹായി. ചതിയാ നശിച്ചവന്, നീ ചതിച്ചുള്ള അവന്മാരാ. ക്ലൈമാക്സ് നടക്കുന്നിടത്ത് കുറച്ച് ഫൺ
വേണ്ടേ? കർട്ടൻ വലിക്കുമ്പോ കബഡി പൊങ്ങണ പോലെ ഒരു സീൻ. എന്തരടെ ഇത്? ഇതിനേക്കാളും അടുത്ത ക്യാമറ വെച്ച് അവളെ അതിനകത്തോട്ട് കയറ്റി വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് അവിടെ വെക്കാത്തേട്ടാ. ജോണി സിൻസിന്റെ കുറവ് കൂടെ ഈ പടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. തിയേറ്ററിൽ ഈ പടം കാണാൻ വന്ന എല്ലാവർക്കും ഒരു കുപ്പി വെള്ളവും 2 ടിഷ്യൂ ഒരു പ്ലാസ്റ്റിക് കിണ്ണവും കൊടുത്തത് എന്തിനാന്തോ. പടം തീർന്നിട്ട് എല്ലാരും വീട്ടിൽ പോയി കുളിക്കണമെന്ന് എഴുതി കാണിച്ചെന്ന്. ബോളിവുഡ് ഇത്ര നാൾ ഐസിയുലായിരുന്നെങ്കിൽ ഈ പടത്തോട് കൂടി വെന്റിലേറ്ററിലായിട്ടുണ്ട്. ബാബയുടെ ഒരു ചിരി. അപ്പൊ ഇനി ക്ലൈമാക്സ് ഒരു പ്രിയദർശൻ സിനിമ പോലെയാണ്. അമ്പോ അത് പൊളിഞ്ഞു. വെട്ടൻ സിനിമയിൽ ഷോക്ക് അടിച്ച് എല്ലാരും ചേർന്ന് ഒട്ടി നിൽക്കണ പോലെ ഇതിനകത്ത് എല്ലാരും കാറ്റടിച്ച് ഇങ്ങനെ പറന്ന് നിൽക്കും. അതിന്റെ ഇടയിൽ പോലും ഉമാർ ഈ അലവലാതി സീനൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. നർഗീസ് ഫാഖറി അക്ഷയ് കുമാറും കൂടെ നിന്ന് കിസ് ചെയ്യണ്. അക്ഷയ് കുമാറിന്റെ ചിരി നോക്ക്. രാത്രി ചെമറിന്റെ മുന്നിൽ ഒറ്റയ്ക്കിരിക്കണ പല്ലി എന്ന് ഇങ്ങനെ നോക്കാറ്. എനിക്ക് ഈ തമാശയൊക്കെ കണ്ടിട്ട് ശൗചാലയത്തിൽ പോകാൻ തോന്നുന്നു. എന്തായാലും പടത്തിന്റെ അവസാനം ഒറിജിനൽ ജോളിയായിട്ട് നമ്മുടെ ബോബി ഡിയോളോ എണ്ണം വന്ന് ഇവരെയൊക്കെ രക്ഷിച്ചിട്ട് $69 ബില്യൺ നിങ്ങൾ എല്ലാവരും എടുത്തോളാം പറയുമെങ്കിൽ വീതിച്ച് അങ്ങനെ പടം ശുഭാവസ്ഥാനിക്കുകയാണ് ഗൈസ്. വില്ലന്മാരൊക്കെ പിടിക്കുകയും ചെയ്യും പോലീസ്. സെക്സ് എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് കിട്ടാത്ത നാട്ടിലാവുമ്പോൾ ഒരു സെക്സ് പോസ്റ്റർ ഇട്ടിച്ച് പടം ഇറക്കിയേക്കാണ്. So guys, finally this is the art of not making film. So guys, മതി. നമ്മൾ ഇനിയും കാണും. Thanks. Love you.